ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആ ശുക്രനെ, അസുരാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹങ്ങളിൽ ഈ ഒരു പ്രത്യേകത ശുക്രന് മാത്രമേയുള്ളൂ. അതുകൊണ്ടാണ് കവി എന്ന പര്യായപദം ശുക്രന് ലഭിച്ചിരിക്കുന്നത്. രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷത്തിൽ, വ്യാഴവും ശുക്രനും. വ്യാഴം ദേവാചാര്യനാണ്, ശുക്രനോ അസുരാചാര്യനോ. വരാഹമിഹിര ആചാര്യർ ഭാവഫലം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രീതിയിൽ പറഞ്ഞപ്പോഴും വ്യത്യാസങ്ങൾ ചില സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ സ്മരനിപുണ സുഖി, സ്മരനിപുണനും സുഖിമാനുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിദ്വാൻ എന്ന വാക്കിന് തന്നെ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ കാരകനാണ്, ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണകാരകനാണ്. 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ. ആ സുഖം ആത്മീയമായ സുഖമാണ് വ്യാഴം ഉണ്ടാക്കുന്നത്. ശുക്രനാണെങ്കിലോ അത് ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് ഹോരാചാര്യർ, വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം. ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഭഗ്ന ഉദ്യോദ്യമാനാം, എത്ര യജ്ഞിച്ചിട്ടും അത് പരാജയപ്പെടുന്നു, ഭഗ്നനാണ്. പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾക്കിതാ തുഴഞ്ഞു നീങ്ങുന്ന നിങ്ങൾക്കിതാ ഒരു കൈവള്ളി, ആ കൈവള്ളിയാണ് ഹോരാശാസ്ത്രം. അത് സ്വല്പമാണ്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും 365 ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു. അർത്ഥബഹുളം, ഒരർത്ഥത്തിനെ പല രീതിയിൽ നിങ്ങൾ എടുത്തുകൊള്ളണം. വൃത്തവിചിത്രം, പല വൃത്തത്തിലുമാണ് ഈ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം സൂചിപ്പിച്ചു ഭൗതിക സുഖത്തിലെ കാരകനാണ് ശുക്രൻ. ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനാനി ശുക്ര, അബല സ്ത്രീ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, എല്ലാ ഭൗതിക സുഖങ്ങൾ, മെറ്റീരിയൽ ബെനിഫിറ്റ്സ് തരുന്ന ഗ്രഹം ശുക്രനാണ്. ഇന്ന് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം, ശുക്രനിതാ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശുക്രൻ ഉച്ചരാശിയിലേക്ക് കയറിയിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾ അറിയണം. മീനം ആകുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം. അതിന് 7-ാം ഭാവം, 7-ാം ഇടം കന്നിയാകുന്നു ശുക്രൻ്റെ നീചക്ഷേത്രം. സ്വക്ഷേത്രമാകട്ടെ എടവ തുലാവും. തുലാത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, മൂലക്ഷേത്രം കൂടിയാകുന്നു തുലാം. അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ചാരവശാലുള്ള 123 ദിവസത്തേക്കുള്ള പ്രയാണമാണ് സ്വന്തം ഉച്ചരാശിയിൽ. ഈ ശുക്രൻ്റെ ഈ ഉച്ച സ്ഥലത്താണ് ധനം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, പുതിയ സ്ത്രീകൾ, കാമുകിമാർ, ദ ലക്ഷറിയസ് പാർട്ട് ഓഫ് ലൈഫ്, ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ തരുന്നു. നാം ഇവിടെ ചിന്തിക്കുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശികളിലേക്കുള്ള ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും. അതായത് 1200 മകരം 14 മുതൽ ഇടവം 17 വരെയുള്ള 2025 ജനുവരി 27 മുതൽ മെയ് 31 വരെയുള്ള 4 മാസക്കാലമാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. സാധാരണ ശുക്രൻ പരമാവധി 30 മുതൽ 45 ദിവസം വരെയാണ് ഒരു രാശിയിൽ നിൽക്കുക. സൂര്യൻ 30 ദിവസം, ചന്ദ്രൻ 2.25 ദിവസം, ബുധൻ സൂര്യനോട് കൂടെ തന്നെ ഉണ്ടാകും. എങ്കിലും പലപ്പോഴും ബുധൻ 30 മുതൽ 45 ദിവസം വരെ നമുക്ക് കാണാം. അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷിവ, ഭൃഗുനന്ദനഹ. ശുക്രനെ കൊണ്ടാണ് നാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കുന്നത്. ഇതേ ശുക്രനെ കൊണ്ടാണ് നാം യക്ഷിയെയും ചിന്തിക്കുന്നത്. അത് ശുക്രൻ്റെ ബലാബലത്തിന് അനുസരിച്ചാണ്. ഇവിടെ ശുക്രൻ വളരെ ബലവാനാണ്. അതിനാൽ സ്വാഭാവികമായും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയുമായിരിക്കും നാം ചിന്തിക്കേണ്ടത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ഉച്ചസ്ഥനായി 5-ാം ഭാവത്തിലാണ്. 5-ാം ഭാവം നിങ്ങളുടെ സന്താന വിഷയമാകുന്നു, നിങ്ങളുടെ പ്രതിഭയാകുന്നു, നിങ്ങളുടെ വിവേക ശക്തിയാകുന്നു, നല്ലതും തിന്മയും തിരിച്ചറിയുവാനുള്ള ശക്തിയാകുന്നു. ഈ ശുക്രൻ ഏറ്റവും അധികം ഫലം ചെയ്യുക വൃശ്ചികം രാശിക്കാർക്കാണ്. കാരണം ശുക്രൻ വൃശ്ചികൻ രാശിക്കാരുടെ
7ാം ഭാവാധിപനാണ്. 7ാം ഭാവം എന്നാൽ യാത്ര, വിവാഹം, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, ഇതൊക്കെ തന്നെ ഉച്ചസ്ഥനായ ശുക്രൻ നേടിത്തരും. അതിനാൽ 120 ദിവസങ്ങൾ കൊണ്ട് വിവാഹിതരാകേണ്ട യുവതി യുവാക്കൾക്ക് മംഗല്യ സൗഭാഗ്യം ഇവിടെ ലഭിക്കുന്നു. മറ്റൊരു വിഷയം, ദാമ്പത്യത്തിൽ വളരെയധികം മാനസികമായ സ്വസ്ഥതകൾ അനുഭവിക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം, 5ൽ ശുക്രൻ ഉണ്ടാകുമ്പോൾ മക്കൾക്ക് വസന്തകാലമാണ്. അവരുടെ പഠനം, അവരുടെ ദാമ്പത്യ ശ്രേയസ്, അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ തന്നെ ഈ ശുക്രൻ നന്നായി നടത്തി തരുന്നതാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് 5ൽ ശുക്രൻ ഉണ്ടാകുമ്പോൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു വിഷയം സംസാരിക്കാനുള്ളത്, തങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. അതിനുവേണ്ട ശ്രദ്ധ കൊടുക്കുക. സന്താന വിഷയത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിർബന്ധമായും 4 മാസക്കാലം കൊണ്ട് നല്ലൊരു ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ചികിത്സകളൊക്കെ ചെയ്ത് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തണം വൃശ്ചികൻ രാശിക്കാർ. നല്ല ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് കുതിക്കാം വൃശ്ചികൻ രാശിക്കാർക്ക്. നന്നായി ഞാൻ മേൽ സൂചിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ ചെയ്യുക. യാത്രയ്ക്ക് അനുകൂലമാണ്. 7ാം ഭാവം പോക്കുവരവുകളാണ്, യാത്രകളാണ്. ഈ സമയത്താണ് നമുക്ക് നഷ്ടപ്പെട്ട് എന്ന് കരുതിയ സ്വർണം നമുക്ക് തിരിച്ചെടുക്കുവാൻ കഴിയുക. അല്ലെങ്കിൽ വളരെ വിശേഷപ്പെട്ട വ്യക്തികൾക്ക് സ്വർണം സമ്മാനിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വർണം സമ്മാനമായി ഇങ്ങോട്ടേക്ക് ലഭിക്കാം. ഇതൊക്കെ തന്നെ വൃശ്ചികൻ രാശിക്കാർക്ക് സംഭാവ്യമായ കാലമാകുന്നു ഈ 120 ദിവസക്കാലം. ആവതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ആപത്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ദേവിയെ കൂട്ടുപിടിക്കണം. തൽസ്മരണം കിം കരോതി, ആ ദേവി സ്മരണ എന്തുണ്ടാക്കുന്നു? ബ്രഹ്മാദീനബി കിങ്കരീ കരോതി, ബ്രഹ്മാവിനെപ്പോലും നിങ്ങളുടെ കിങ്കരനാക്കി മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വൃശ്ചികൻ രാശിക്കാർക്ക് ഇന്ന് 7ൽ വ്യാഴമാണ്, 5ൽ ശുക്രനാകുന്നു. അത് പരിവർത്തന യോഗമാണ്. വ്യാഴക്ഷേത്രത്തിൽ ശുക്രനും ശുക്രക്ഷേത്രത്തിൽ വ്യാഴവും ഗ്രഹങ്ങൾ പരസ്പരം മാറി നിൽക്കുന്നു. മഹാപരിവർത്തന യോഗമാണ്. ഞാൻ പറയുന്നു, ഈ 122 ദിവസക്കാലം വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. അവിടെ അഷ്ടമത്തിൽ ചൊവ്വ ദുർബലമായി നിൽക്കുന്നുണ്ട് എന്നൊരു ദോഷമുണ്ട്. എങ്കിലും വ്യക്തിപരമായ തടസ്സങ്ങൾ പലതും വരും. അതിന് അപ്പുറം ആർത്ഥികം ധനപരമായ വിഷയത്തിലായാലും പഠനം, ഉപരിപഠനം, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, യാത്രക്ക് പുറപ്പെടുന്ന വ്യക്തികൾ, ഇതൊക്കെ അനുകൂലമാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഒരു സമയ പരിധി. ഇവിടെയും വൃശ്ചികൻ രാശിക്കാർ നമ്മൾ ശുക്രനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. എങ്കിലും ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജ ചെയ്യുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാട് ചെയ്യുക. മക്കളുടെ വിവാഹത്തിന് ത്വരിതഗതിയിൽ ഫലപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും മകൻ്റെ പേരിലായാലും മകളുടെ പേരിലായാലും സ്വയംവര അർച്ചന വഴിപാട് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.